ഹായ് ഹലോ ഗുഡ് മോർണിംഗ് സിന്ധു പൗലോസിന്റെ ഒരു പുതിയ വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നോട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. തൊഴിലുറപ്പിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുക. മാസ്ക് ഉൾപ്പെടെ എടുത്തിട്ടുണ്ട്. എന്നറിയോ, ഇപ്പം നമ്മൾ ചെയ്തോളത് ഭയങ്കര പൊടിയാണ് കേട്ടോ. ഭയങ്കര പൊടി എന്ന് പറഞ്ഞാൽ ഭയങ്കര പൊടിയാണ്. അതുകൊണ്ട് മറന്നു പോകാതെ മാസ്ക് ഒക്കെ എടുത്ത് ഫോൺ വയ്ക്കാൻ വേണ്ടി ഒരു പേഴ്സ് കൊണ്ടുപോകാറുണ്ട്. അതിനകത്തോട്ട് വയ്ക്കാം. എന്നാന്ന് വെച്ചാൽ അവിടെ ചിലപ്പോൾ നമുക്ക് എടുത്ത് വെക്കാമല്ലോ. ഭയങ്കര പൊടിയാണ് കേട്ടോ. തുമ്മി ചീറ്റി ഇന്നലെ ആ പൊടി അടിച്ചിട്ട് വന്നിട്ട് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. കുറേ ദിവസം കൂടി പണിതിട്ടാന്ന് തോന്നുന്നു. എനിക്ക് ഈ ഒരു സൈഡിന് ഫുള്ള് വേദനയും തുമ്പായി കൊണ്ടുള്ള പരിപാടിയല്ലേ, അതാന്ന് തോന്നുന്നു. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നു വിശേഷങ്ങൾ. പിന്നെ അതൊന്നും പറയാനിട്ടല്ല ഇപ്പം ഞാൻ വന്നത്. ഇപ്പോൾ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഒത്തിരി 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 സന്തോഷമുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് കേട്ടോ. ഇപ്പം സമയം 8:15 8:30 എനിക്ക് കയറിപ്പോണം. എന്നാ വിശേഷം ഞാൻ പറയട്ടെ. നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളോട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ അമ്മമാതാവിൻ്റെ അടുത്ത് തിരികെ എത്തിക്കാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് UK ഒരു മോള് വിളിച്ചിട്ടുണ്ടായിരുന്നു. മോളുടെ പേര് അഞ്ജലി എന്നാണ്. അവർ ഇടുക്കിക്കാർ തന്നെയാണ്, പക്ഷെ അവർ ഉള്ളത് ഇപ്പം UK പുറത്താണുള്ളത്. അപ്പോൾ അവർക്ക് കല്യാണം കഴിച്ചിട്ട് ഈ പറഞ്ഞ കണക്ക് ഒരു കുഞ്ഞിനെ കിട്ടിയ പോണക്കായിട്ട് അത് അവരുടെ കയ്യിൽ നിന്ന് നഷ്ടമായിപ്പോയി. അതുപോലൊക്കെ തന്നെ 1-2 പ്രാവശ്യം കുഞ്ഞുങ്ങളുണ്ടാകാനായിട്ടെല്ലാം ആയിട്ട് അബോർഷനായിപ്പോയി. അപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. രണ്ടുപേർക്കും ഭയങ്കര വിഷമവും സങ്കടമൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ ഈ മാതാവിൻ്റെ വിശ്വാസവും, അവർ ക്രിസ്ത്യൻസ് ആണ് കേട്ടോ, അവർ ഭയങ്കര വിശ്വാസികളാണ്. പക്ഷെ എൻ്റെ ഈ മാതാവിൻ്റെ വിളിയും പിന്നെ ഞാൻ കൃപാസനത്തിൽ പോയപ്പോൾ എന്നെ ഈ മാതാവിനെ കിട്ടിയത് കാണുകയോ ഒക്കെ ചെയ്തിട്ടാണ് ആ മോൾ എന്നെ കോൺടാക്ട് ചെയ്തത്. അപ്പോൾ എന്നെ വിളിക്കുകയൊക്കെ ചെയ്തു. സിന്ധുമേ ഒന്ന് പ്രാർത്ഥിക്കണേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിന്ധുമേനെ, എനിക്ക് എൻ്റെ മമ്മിയെ പോണക്കാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർത്താനം പറയുകയും മെസ്സേജ് ഇടുകയും പിന്നെ എനിക്ക് എന്തോ ഗിഫ്റ്റൊക്കെ തരികയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ഇന്നത് ചെയ്ത് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗിഫ്റ്റൊക്കെ തരുകയും അങ്ങനെയൊക്കെ ചെയ്തൊരു പൊന്നുമോളാണ്. എന്നിട്ട് എന്നോട് പറയാനോ സിന്ധു ഇന്ന് തിരികെ എത്തിക്കണേ പ്രാർത്ഥിക്കണേന്ന്. അപ്പോൾ ഞാൻ തിരികെ എത്തിച്ചു, പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഒന്നുകൂടെ വീണ്ടും പ്രഗ്നൻ്റായി. അതും 2-3 മാസം കഴിഞ്ഞപ്പോൾ പോയി. അപ്പോൾ ആ കൊച്ചിന് ഭയങ്കര വിഷമമായിരുന്നു. ഭയങ്കര വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എന്നെ ഒരു 2-3 മാസം കോൺടാക്റ്റ് പോലും ചെയ്തിട്ടില്ല. അപ്പോൾ അവളുടെ ഉള്ളിലെ ആ വിഷമം നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. കാരണം ദൈവത്തോട് വിളിച്ചിട്ടും ദൈവം എന്നെ തഴഞ്ഞല്ലോ, അമ്മമാനോട് പറഞ്ഞിട്ടോ എനിക്ക് എന്നെ തഴഞ്ഞല്ലോ എന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു വിഷമം തോന്നിയിട്ട് ഞാൻ അങ്ങോട്ട് തിരിച്ചൊരു മെസ്സേജ് ഇട്ട്, മോളെ നീ എന്നെ മെസ്സേജ് ഒന്നും അയക്കാത്ത സാരമില്ല, നമുക്ക് കിട്ടേണ്ട ഒരു സമയമുണ്ട്. എന്തൊരു സാധനമാണെങ്കിലും നമുക്ക് ദൈവം തരുന്ന ഒരു സമയമുണ്ട്. അതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. പിന്നെ നീ ഒരു കാര്യം ചെയ്യും, പറ്റുമെങ്കിൽ നിനക്ക് ഉടമ്പടി എടുക്കാം. ഇപ്പം മോള് പറഞ്ഞിട്ട് ഞാൻ പോയി തിരികെ എത്തിക്കുന്നു, അല്ലെങ്കിൽ ഉടമ്പടി എടുക്കുന്നു, അങ്ങനെ ഒരു അത് അത്ര ഒരു ഫലം കിട്ടത്തില്ല. ഒരു കൊച്ചൊരു കാര്യം ചെയ്യുക, മോളൊരു ഉടമ്പടി എടുക്കാവോ, അത് ഓൺലൈൻ വഴിയാണെങ്കിലും എടുത്താൽ മതി എന്നൊക്കെ ഞാനൊരു വോയിസിനകത്ത് ഇട്ടു കേട്ടോ. അങ്ങനെയാണോ എന്താണോ അവളുടെ മനസ്സിലും അങ്ങനെ തോന്നി. ആള് ഇതിന് അല്ലാണ്ടെങ്കിൽ ഓൺലൈൻ വഴി ഉടമ്പടി എടുക്കത്തില്ലേ, അങ്ങനെ ഉടമ്പടി എടുത്തിട്ട് പിന്നെ അപ്പോഴും എന്നോട് പറയുന്നൊന്നുമില്ല. ആൾ ഉടമ്പടി എടുത്തിട്ട് പുള്ളിക്കാരത്തി എഴുതിയത് എന്നാണെന്നറിയോ, നീ എനിക്ക് ഒരു കുഞ്ഞിനെ എൻ്റെ കയ്യിൽ തന്നിട്ട് നീ എടുത്തുകൊണ്ട് പോയില്ലേ, അപ്പോൾ നീ അതോട് ചേർത്ത് 2 കുഞ്ഞുങ്ങളെ എനിക്ക് തരണേന്നോ അങ്ങനെയെങ്ങാണ്ടാണ് ആദ്യം അവൾ എഴുതിയത്. അത് എനിക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ എഴുതിയേക്കുന്ന ആ 6-7 കാര്യങ്ങൾ, ആ ഉടമ്പടിക്കകത്ത് 6-7 കാര്യങ്ങൾ ആ മോള് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവൾ എഴുതിയത് എനിക്ക് അയച്ചു തന്നു. അത് എപ്പോഴാണെന്നറിയോ, വീണ്ടും പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സിന്ധുമേ ഇങ്ങനൊരു ഹാപ്പി ന്യൂസ് ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെൻ്റെ മൈൻഡിലുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുള്ള സിന്ധുമേ ഞാൻ പ്രഗ്നൻ്റ് ആണ്, എൻ്റെ വയറ്റിൽ 2 കുഞ്ഞുങ്ങളുണ്ട് സിന്ധുമേന്ന് കേട്ടോ. അപ്പോൾ ഭയങ്കര ഞാൻ വീഡിയോയ്ക്ക് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇങ്ങനെ ഒരു വിശേഷം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഇപ്പോൾ 1 വർഷമായില്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. 1 വർഷമായില്ല, 8-9 മാസം. അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ ഒരു കുഞ്ഞിന് ഹാർട്ട് ബീറ്റൊക്കെ കുറവാണ്. അതുകൊണ്ട് ഒരു കുഞ്ഞിനെ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി, ഒരു കുഞ്ഞിന് ഒരു കുഴപ്പമില്ലാണ്ട് അപ്പം മാതാവ് നിൻ്റെ കയ്യിൽ തരും എന്നുള്ള ഒരു ഉറപ്പുണ്ട് മനസ്സിലോട്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നേ. എന്നിട്ട് ഒരു പ്രശ്നവും ഇല്ലാണ്ട് ഒരു ചക്കര വാവക്കുട്ടിയെ, ഒരു സുന്ദരി പെൺകുട്ടിയെ കിട്ടിയേക്കാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, അവൾ എന്നെ ഒരു ദിവസം വീഡിയോ കോൾ വിളിച്ചപ്പം അവർ കിടക്കുന്ന ബെഡ്റൂമിൻ്റെ കതകിൻ്റെ ഡോറയിലുണ്ടല്ലോ ഒരു മോൻ്റെയും ഒരു മോളുടെയും ഓരോ കുഞ്ഞു ഉടുപ്പുകൾ ഇട്ടേക്കുവാണ്. എത്ര ആഗ്രഹിച്ചായിരിക്കും അല്ലേ ആ പൊന്നുമക്കൾ അങ്ങനെ ചെയ്തത്. ഞങ്ങൾക്കൊരച്ഛനാണ്, ഞങ്ങൾക്കൊരമ്മയാണ്, ഞങ്ങളുടെ കയ്യിലോട്ടൊരു കുഞ്ഞിനെ കിട്ടണമെന്നൊക്കെ ആഗ്രഹിച്ചത്. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തൊരു കാര്യമാണ്. അതാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയുന്നത്. എന്നിട്ട് ശരിക്കും അതുപോലെ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ അമ്മമാതാവിൻ്റെ അടുത്ത് പോയി തിരികെ എത്തിക്കുകയൊക്കെ ചെയ്തു.
എന്തായാലും ആ പൊന്നുമോടെ ഉടമ്പടിയുടെ ചോദ്യം കൊണ്ടാണേലും അമ്മ മാതാവ് ഇപ്പോൾ ഒരു കുഞ്ഞിനെ അവൾക്ക് കൊടുത്തിരിക്കുകയാണ്. പ്രസവമൊക്കെ കഴിഞ്ഞു, സർജറി ആയിരുന്നു. സർജറി ടൈമിൽ ആളെ ഹസ്ബൻഡിനെ കൂടെ തന്നെ നിർത്തി. അതൊക്കെ ഒരു ബലമല്ലേ, ശക്തിയല്ലേ. നമ്മൾ അനുഭവിക്കുന്ന ആ വേദന നമ്മുടെ ഹസ്ബൻഡ് കാണുവാണെങ്കിൽ തന്നെ ഒരു പരിധി വരെ നമ്മളെ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഇത്രയും വേദന സഹിച്ചിട്ടാണോ എനിക്കൊരു കുഞ്ഞിനെ ഇവിടെ സമ്മാനിച്ചത്, അല്ലെങ്കിൽ ഞാൻ എന്തേരം വേദന സഹിക്കുന്നത് അതിന് 10 മടങ്ങ് ഇവിടെ അനുഭവിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ. മെഷീൻ്റെ സൗണ്ട് ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ഡെലിവറി സമയത്തൊക്കെ നമ്മുടെ ഹസ്ബൻഡ് നമ്മുടെ അരിയിൽ നമ്മുടെ കയ്യെ പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ അടുത്തൊന്ന് ഇരിപ്പുണ്ടെങ്കിൽ നമുക്കൊരു ഭയങ്കര ബലോ ശക്തി തന്നെയാണ്. പക്ഷെ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ പുറം രാജ്യങ്ങളിൽ അങ്ങനെ ചാൻസ് കിട്ടാറുണ്ട്. അതൊരു വലിയ ഭാഗ്യമാണ് കേട്ടോ. അപ്പം മോക്ക് സർജറി ആയിരുന്നു. നോർമൽ ഡെലിവറി ആണെങ്കിൽ ശരിക്കും ഭർത്താക്കന്മാരുടെ മനസ്സ് മാറും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ സ്ട്രഗിൾ ചെയ്യുന്നത്, നമ്മൾ ആ വേദന അനുഭവിക്കുന്നത് അവർക്ക് കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴേ ചില ഹസ്ബൻഡുമാർക്ക് അത് കണ്ട് നിൽക്കാനുള്ള ശക്തി ഇല്ലാണ്ടായി പോകും. അങ്ങനെയൊക്കെ എന്നോട് ഓരോരുത്തരും പറഞ്ഞിട്ടുണ്ട്. സിന്ധുവേ എന്തുമാത്രം അനുഭവിച്ചാൽ എനിക്ക് എൻ്റെ പൊന്നു കുഞ്ഞിനെ ഇവള് തന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇതായിട്ട് നിങ്ങളോട് പറയുന്നത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ എൻ്റെ ഈ പൊന്നുമക്കൾക്ക് എന്താ പറയുന്നത്, ചക്കര ഒരു സുന്ദരി കുട്ടിയെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഫോട്ടോയൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ സർജറിക്ക് കയറുന്നതിന് അങ്ങോട്ട് ഹോസ്പിറ്റലിലോട്ട് പോകുന്നതിന് ജസ്റ്റ് മുമ്പുകളാണ് എനിക്ക് മെസ്സേജ് ഇട്ടൊക്കെ, സിന്ധുവേ ഇന്നാണ് സർജറി, ഞാൻ ദേ പോവാണ്, സിന്ധുവയുടെ പ്രാർത്ഥന വേണം കേട്ടോ, ഒരു കുഴപ്പമില്ലാണ്ട് എനിക്ക് എൻ്റെ കുഞ്ഞുമായിട്ട് ഹാപ്പിയായിട്ട് തിരിച്ചു വരാമെന്ന്. ഇവിടുത്തെ മാതിരി അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ 7 ദിവസം കഴിയാണ്ട് അവർ ഹോസ്പിറ്റലിൽ നിന്ന് വിടും. അത് ഗവൺമെൻറ് ഹോസ്പിറ്റലായിക്കോട്ടെ പ്രൈവറ്റ് ഹോസ്പിറ്റലായിക്കോട്ടെ വിടിയല്ല, അത്രയും കെയർ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ചിലരാണ് സർജറി ചെയ്യുമ്പോൾ പിന്നെ ഇല്ലാത്ത അഭിനയങ്ങളൊന്നുമില്ല. ഇത് ലോകത്ത് നടക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ അയ്യോ എനിക്കിരിക്കത്തില്ല കിടക്കത്തില്ല അങ്ങനെയെന്ന് പറയും. പക്ഷേ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുള്ള കുഞ്ഞുങ്ങളാണ്. അപ്പനും അമ്മയും ആരും കാവലായിട്ടും കൂടെ താങ്ങാനായിട്ടും ഒന്നുമില്ല. അപ്പം നമ്മളിത് വേദന അനുഭവിച്ചേ പറ്റത്തുള്ളൂ, നമ്മൾ എനിക്ക് നടന്നേ പറ്റത്തുള്ളൂ, നമ്മളെ ആരും താങ്ങാനില്ല എന്നുള്ള ആ ബോധ്യം മനസ്സിലുള്ളതുകൊണ്ട് തന്നെ എണീറ്റ് നടന്ന് പിറ്റേ ദിവസം ഡിസ്ചാർജ് ആയി വീട്ടിലും വിടും. ഒന്ന് ഓർത്ത് നോക്കിയേ. എന്നിട്ട് ആരും ഇല്ലായിരുന്നു, അമ്മയൊന്നും ചെല്ലാനായിട്ട് വരത്തില്ല. അമ്മയ്ക്ക് ഇവിടെ ഇച്ചിരി വയ്യാഴിയും കാര്യങ്ങളും അപ്പനും പപ്പായ്ക്ക് ഇച്ചിരി വയ്യാഴിയും കാര്യങ്ങളും ഒക്കെ ആയിട്ടൊക്കെ ഇരിക്കായിരുന്നു. എന്നിട്ട് അമ്മേനെ കൊണ്ടുപോകാൻ തക്ക സമയത്ത് കൊണ്ടുപോകാൻ പറ്റിയില്ല. പക്ഷെ അവർക്ക് തൊട്ടടുത്ത സ്ഥലത്ത് തന്നെ എങ്ങാണ്ട് കുറച്ച് ദൂരെ എങ്ങാണ്ട് ചേച്ചിയും ചേട്ടനും താമസിക്കുന്നത്. അപ്പം ചേച്ചിയും ചേട്ടനും വന്ന് ഡെലിവറി കഴിഞ്ഞ് 3-4 ദിവസം കഴിയുമ്പോഴാണ് ചേച്ചിയും ചേട്ടനും എത്തിക്കുന്നത്. അത്രയും ദിവസം ആ പൊന്നു മോനാണ് കുഞ്ഞിനെ മോളെ തുടയ്ക്കുകയും ഒക്കെ ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്തതെന്ന്. പിന്നെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്ന് ഫുഡ് ഉണ്ടാക്കി തരുകയും, അവള് നേഴ്സിംഗ് ICUവിലാണ് കേട്ടോ. കുഞ്ഞുങ്ങളെയാണ് അവള് നോക്കുന്നത്, അവളുടെ ഡ്യൂട്ടി. അപ്പം എന്നോട് പറയും, ചിലപ്പോഴൊക്കെ മെസ്സേജ് ഇടേ, സിന്ധുവേ ഇന്ന് 1 കിലോ പോലും ഇല്ലാത്ത ഒരു കുഞ്ഞു അവനെ നോക്കാനാ സിന്ധുവേ എനിക്ക് കിട്ടിയിരിക്കുന്നത്, എനിക്ക് എൻ്റെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് അറിയത്തില്ല സിന്ധുവേ എന്നൊക്കെ പറഞ്ഞോണ്ടേ ആ ഹൃദയത്തിൽ തട്ടിയുള്ള അവളുടെ ഓരോ വോയിസ് എൻ്റെ മനസ്സിലിരിപ്പുണ്ടേ. അപ്പം അങ്ങനെ ഇപ്പം നല്ലൊരു ചക്കര സുന്ദരി ബേബിക്കുട്ടീനെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് നമ്മുടെ ഇവിടുത്തെ മാതിരിയല്ല, അവിടെ ആകുമ്പോൾ എല്ലാ കാര്യങ്ങളും ആണാണോ പെണ്ണാണോ എന്ന് വരെയുള്ളത് 2-3 മാസം കഴിയുമ്പോൾ ഇത്രയും പറയുമല്ലോ. അപ്പം അങ്ങനെ പെൺകുഞ്ഞാന്നൊക്കെ എന്നോട് നേരത്തെ തന്നെ പറഞ്ഞത്, ഞാൻ എല്ലാം സെറ്റായിട്ട് എല്ലാം ഓക്കെ ആയി കുഞ്ഞിനെ നല്ല രീതിയിൽ ആരോഗ്യപൂർവ്വമായിട്ട് അവിടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞിട്ട് പറയാമെന്ന് കരുതി ഞാൻ പറയാണ്ടിരുന്നത് കേട്ടോ. അപ്പം ഒത്തിരി സന്തോഷം. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇത്. എല്ലാവരും പ്രാർത്ഥിക്കണം ഇങ്ങനെ ഒരു പൊന്നുമോക്ക് എന്ന് പറഞ്ഞിട്ട് 7 വർഷം 8 വർഷം കണ്ടായിരുന്നു അവരുടെ കല്യാണം കഴിഞ്ഞിട്ട്. എന്തായാലും നല്ലൊരു ചക്കര വാഹനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പ്രാർത്ഥിച്ച് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പം ഇന്ന് ഒത്തിരി സന്തോഷമുള്ള ദിവസമാണ് ഈ വോയിസ് കേട്ടപ്പം. അതുകൊണ്ട് തന്നെ വേറൊരു പൊന്നുമോള് പറഞ്ഞൊരു കാര്യം കൂടെ ഉണ്ട്, അത് ഞാൻ പറ്റുവാണെങ്കിൽ ഇതിനകത്ത് വോയിസ് ഇട്ടേക്കാം. അതാണ് പറയുന്നത്, നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ കൂടെ നിൽക്കും. അത് അമ്മ മാതാവായിക്കോട്ടെ, ദേവി ആയിക്കോട്ടെ, കൃഷ്ണനായിക്കോട്ടെ, ഗുരുവായൂരപ്പനായിക്കോട്ടെ, അയ്യപ്പസ്വാമി ആയിക്കോട്ടെ, അള്ളാഹു ആയിക്കോട്ടെ, ആരാണെങ്കിലും നമ്മൾ വിശ്വസിച്ച് മറ്റുള്ളവരെ ദുഷിക്കാണ്ട് മറ്റുള്ളവരെ ദ്രോഹിക്കാണ്ടൊക്കെ നമ്മുടെ മനസ്സിൽ ശുദ്ധമാക്കിക്കൊണ്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ എല്ലാത്തിനും ഒരു ഇതുണ്ടാവും കേട്ടോ. പിന്നെ പരീക്ഷണങ്ങൾ വരും, ജീവിതമല്ലേ, പരീക്ഷണങ്ങളൊക്കെ വരും. അതിനെയൊക്കെ എന്നാ പറഞ്ഞേ ഓവർടേക്ക് ഇത് ചെയ്ത് മുമ്പോട്ടേക്ക് വരണം, എന്നാലാണ് ജീവിതം കേട്ടോ. അപ്പം ഇപ്പം ഞാൻ ഇന്ന് വീഡിയോ ഇടും, ഞാൻ വീഡിയോക്കകത്ത് പറയാം എന്ന് പറഞ്ഞത്, വീഡിയോക്കകത്ത് പറഞ്ഞെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം മോക്കാണേലും ഒത്തിരി സന്തോഷമാവും വീഡിയോ കാണുമ്പോൾ. അപ്പം നിങ്ങളെ രണ്ടുപേരോടും ഒത്തിരി സന്തോഷത്തോടെ നല്ല രീതിയിൽ മുമ്പോട്ട് ജീവിക്കാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ.
പിന്നെ ഉടമ്പടി ഇവിടെ നമ്മുടെ കൃപാസന മാതാവിൻ്റെ അടുത്ത് ഇനി അവർ എന്ന് വരുന്നോ കുഞ്ഞിനെ കൊണ്ട് നാട്ടിൽ അപ്പോൾ പോയി ഉടമ്പടി എടുത്തേക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നേരം സിന്ധമ്മയെ വന്നേക്കണോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ സാഹചര്യം എന്നാണോ ദൈവം നമ്മളെ അനുവദിച്ചാലേ നമുക്കെല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. പറ്റുമെങ്കിൽ അപ്പോഴും ഞാൻ പോകുന്നതായിരിക്കും കേട്ടോ. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. പിന്നെ മറ്റേ മോള് പറഞ്ഞ വോയിസ് ഒക്കെ ഞാൻ എനിക്ക് ഇടാൻ പറ്റുമെങ്കിൽ ഇടാം. അപ്പോൾ സമയം വേണ്ട ഇത്രയായി. അപ്പോൾ ഇന്നത്തെ നല്ലൊരു വീഡിയോ ആണ്, നിങ്ങൾ ആരും മിസ് ചെയ്യേണ്ട, ഓടിപ്പോയി കണ്ടോ. അപ്പോൾ തൊഴിലുറപ്പിനൊക്കെ പോയിട്ട് ലഞ്ച് ടൈമാണ് ഇപ്പോൾ കേട്ടോ. ചെറുനേരം ഞാൻ വന്നിട്ട് ഇനി 2 മണി 2:30 ആകുമ്പോഴത്തേന് കയറിപ്പോയാൽ 2:30 ആകുമ്പോഴത്തേനും കയറിപ്പോയാൽ മതി. എന്നാൽ ഈ വെയിൽ സമയം ആയതുകൊണ്ട് ഒരു ശകലം കൺസെഷൻ ഉണ്ട് കേട്ടോ, ഭയങ്കര ചൂടായതുകൊണ്ട്. അങ്ങനെ അപ്പോൾ കയറ്റം കയറി പോകണം. എല്ലാവരും പറഞ്ഞു ഇനി ഇവിടെ ചോറ് കൊണ്ടുതാൽ മതി, അല്ല ഇവിടുന്ന് കഴിക്കുക എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ എന്നാ പറയുക, നമുക്ക് വീഡിയോയും കൂടെ വേണ്ടേ. അപ്പോൾ വരുന്ന സമയത്ത് എനിക്ക് ഒന്ന് ഫ്രഷായിട്ട് വീഡിയോ എടുക്കാമല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി പോകുന്നതാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു മോളോട് പറഞ്ഞായിരുന്നു, അമ്മ മാതാവിൻ്റെ കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തായിരുന്നു. അപ്പോൾ ആ മോള് കഴിഞ്ഞ ദിവസം കൃപാസനത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കുഞ്ഞ് പോയിട്ട് അതിന് കിട്ടിയൊരു അത്ഭുതം, അനുഗ്രഹം ഒക്കെ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിച്ചു തരാവേ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു മോനും മോക്കും ഒരു വാവേനം കിട്ടിയെന്ന്. അത്ഭുതം എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതങ്ങളാണ് അവിടെ കൃപാസനത്തിൽ നടക്കുന്നത് കേട്ടോ. ഇപ്പം എനിക്ക് ഭയങ്കരമായിട്ട് അതോടൊപ്പം ഗുരുവായൂർ കൂടി ആയി. ഞാൻ അത്രമാത്രം ഇതായിട്ട് വലിയ ഉറപ്പിച്ച് അങ്ങനെ മാതാവിനോടുള്ള അത്രയും ഒരു ഇതിൽ പറഞ്ഞില്ലായിരുന്നു. പക്ഷേ ആഗ്രഹിച്ചു ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോകണമെന്ന്. പക്ഷേ എനിക്കത് ഭയങ്കരമായിട്ട് ഇത് സാധിച്ചിട്ട് എന്ന് പറഞ്ഞ കണക്ക് ഇപ്പം എനിക്ക് മാതാവിൻ്റെ മാതിരി ഗുരുവായൂരപ്പൻ്റെ തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ കേൾപ്പിച്ചു തരാവേ. ചേച്ചി പോയിട്ട് വന്നു. ഒരു 7 മണിയായപ്പം വീട്ടിലെത്തി, കണ്ടു, പ്രാർത്ഥിച്ചു. അതിനിടയ്ക്ക് എനിക്കൊരു ഭയങ്കര അത്ഭുതവും നടന്നു ചേച്ചി. ഞാൻ അവിടെ കയറി പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങി നമ്മള് കാശ് രൂപമൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്ന് നിൽക്കുക. നല്ല ക്യൂ കൊണ്ട് 2-3 ക്യൂ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പം ഒരു കൊച്ച് ഒരു കുഞ്ഞൊരു കൊച്ചിനെയുമായിട്ടൊരു പെണ്ണ് വന്നിട്ട് എന്റെ ഫ്രണ്ടിലേക്ക് കുറെ ആൾക്കാർ നിൽക്കുന്നതിന്റെ ബാക്കിലേക്ക് നീണ്ട ക്യൂ നിൽക്കുന്നു. അപ്പൊ ഇതിനിടയ്ക്ക് നിൽക്കുന്ന എന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഒരു തേനും ഒരു ഉപ്പും വാങ്ങിച്ചു തരാവോ, പൈസ തരാട്ടോ എന്ന്. ശരിയെന്ന് പറഞ്ഞു. ഞാനിത് മേടിച്ചിട്ട് നോക്കുമ്പോ ചേച്ചി അവിടെ ആളില്ല. അവിടെ അങ്ങനെ ഒരാളെ കാണാനേ ഇല്ല. അപ്പൊ അവിടെ മൊത്തം ഞങ്ങൾ തേടുന്ന കണ്ടുകൊണ്ട് ബാക്കി ആൾക്കാരൊക്കെ ചോദിച്ചു എന്താ തേടുന്നതെന്നായിരുന്നു. അതിങ്ങനെ ഒരു ആള് ഞങ്ങളോട് വന്നിട്ട് പറഞ്ഞു, തേനും ഉപ്പും വാങ്ങിച്ചു തരാൻ പറഞ്ഞു. വാങ്ങിച്ചിട്ട് നോക്കിയപ്പോൾ ആളെ കണ്ടില്ലെന്ന് പറഞ്ഞു. എന്നെ കെട്ടിപ്പിടിച്ചോണ്ട് അവര് പറഞ്ഞു, വേറൊന്നുമില്ല, മോള് പൊക്കോ, മാതാവിനെ കണ്ടതാന്ന് പറഞ്ഞു. അങ്ങനെ അപ്പത്തേക്ക് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നി. മാതാവ് ശരിക്കും വന്നു, കണ്ടു, മോള് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു അത്ഭുതം. അപ്പം സഞ്ചാരി മാതാവാണ് കൃപാസന മാതാവെന്ന് നമ്മൾ അച്ഛൻ എപ്പോഴും പ്രസംഗത്തിൽ പറയാറുണ്ട്. നമ്മൾ ആവശ്യപ്പെട്ട് ഡേറ്റ് വെച്ച് സമയം വെച്ച് ഒക്കെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ വീട്ടിൽ വരണം എന്ന് അമ്മമാതാവിനോട് നമ്മൾ കാണത്തില്ലല്ലേ, അമ്മമാതാവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ സാധിച്ചു കിട്ടുമെന്ന്. ഇപ്പം നിങ്ങൾ കേട്ടോ. എന്നിട്ട് ആ മോള് തന്നെ പിന്നെ ഇട്ടേക്കാണ്, അയ്യോ ഞാൻ അന്നേരം മോളെ അങ്ങനെയാണ്, മാതാവിൻ്റെ അത്ഭുതം എനിക്കും കിട്ടിയില്ലേ, ഞാൻ ചെന്നപ്പോൾ എൻ്റെ ഈ മാതാവിനെ കിട്ടിയില്ല. അത് തന്നെയല്ല മോനെ, ഞാൻ ചെയ്യരുതാത്ത കാര്യമൊക്കെ എൻ്റെ ആ വിവരമില്ലായ്മ കൊണ്ട് ചെയ്തിട്ട് അതെല്ലാം എൻ്റെ ശരീരത്തിൽ നിന്ന് നിർവീര്യമാക്കി തന്നത് അമ്മമാതാവ്. അത് പറഞ്ഞപ്പോഴേ പിന്നെ ഭയങ്കരമായിട്ട് എൻ്റെ അനുഭവം എനിക്കറിയാലോ. അങ്ങനെ അന്നേരം അത് കഴിഞ്ഞപ്പോൾ ആ മോള് വീണ്ടും ഇട്ടേക്കുന്ന ഒരു മെസ്സേജാണ്. ചേച്ചി വീഡിയോയിൽ പറഞ്ഞു ചേച്ചി നല്ല എല്ലാം അനുഭവം അല്ലേ എനിക്ക് അത്രയ്ക്ക് ചേച്ചിയുടെ വീഡിയോ കണ്ട് മാത്രമാണ് എനിക്ക് ഈ വിഭാസനം എന്താണെന്ന് അറിയാൻ പറ്റിയതും അതിനെ കുറിച്ച് എനിക്ക് കൂടുതൽ വിശ്വാസം ഉണ്ടായതും എല്ലാം. അപ്പൊ ചേച്ചി തീർച്ചയായിട്ടും അത് വീഡിയോയിൽ പറഞ്ഞ് കുറെ ആൾക്കാർക്ക് അവർക്കൂടെ വിശ്വാസം ആവട്ടെ ചേച്ചി. ഇട്ടോ, എനിക്ക് സന്തോഷം. അത് ഒരു ഒഴിവുമില്ല ചേച്ചി, ഇന്നത്തെ വീഡിയോയിൽ അത് ഇട്ടോ കേട്ടോ. പിന്നെ ചേച്ചിയോടും എനിക്ക് ഒത്തിരി നന്ദി പറയാനുണ്ട്. എന്നാൽ ചേച്ചിക്ക് അത് കാണിച്ചു തന്നതുകൊണ്ടും പറഞ്ഞു തന്നതുകൊണ്ടും എന്തൊക്കെയാ ചെയ്യുന്നത് അങ്ങനെയൊക്കെ ചേച്ചി എനിക്ക് പറഞ്ഞു തന്നോണ്ടല്ലേ എനിക്കും അത് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയതും പോവാൻ പറ്റിയതും എല്ലാം. അപ്പൊ ഒത്തിരി
അമ്മ മാതാവിനോട് നന്ദി പറയുന്ന പോലെ തന്നെ ചേച്ചിയോട് ഞാൻ അവിടെ ചെന്ന സമയങ്ങളിലെല്ലാം ചേച്ചിനെ കുറിച്ച് ഓർത്തു. ഞാനുണ്ട് മാതാവിനടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ അമ്മ പോയപ്പം എനിക്ക് അമ്മയെ പോലെ സ്നേഹിക്കാൻ ഒരമ്മയെ കിട്ടിയിട്ടുണ്ട്. എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത് ആ അമ്മയാന്ന് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത്രയ്ക്ക് എനിക്ക് സന്തോഷമുണ്ട്. അപ്പം ചേച്ചി തീർച്ചയായിട്ടും അത് വീഡിയോയിൽ പറഞ്ഞു ചേച്ചി. കേട്ടോ, എന്നാന്നറിയോ, ഞാൻ ഈ മോളെ എനിക്ക് ഇങ്ങനെ പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞ ദൈവമേ, ഇതൊക്കെയാ മക്കളെ അത്ഭുതം, ഓരോ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന അനുഭവങ്ങൾ എന്ന് പറഞ്ഞേ. ഇതൊക്കെയാണ് വീഡിയോയ്ക്കകത്ത് പറയേണ്ടത്. ഒരാളെങ്കിലും ഒരു മനുഷ്യനെങ്കിലും ഒരു അത്ഭുതം കിട്ടുമ്പോഴേ, അനുഭവം കിട്ടുമ്പോഴേ നമ്മൾ അത് ഷെയർ ചെയ്യുമ്പോണ്ടല്ലോ, നമ്മൾ വേറെ ഒന്നും അല്ല, ഇപ്പം പള്ളിയിലോട്ട് പോയി ചേരാനോ അല്ലെ മാതാവിൻ്റെ അടുത്തോട്ട് പോകണമെന്നോ അങ്ങനെ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ അങ്ങനെ ഒന്നും ഉണ്ട് ഇത് പറയാമല്ലോ, മാതാവ് കളിക്കുന്നു അങ്ങനെ ഇതൊന്നും അല്ല. ഒരു വിശ്വാസം, നമ്മുടെ എന്നാ പറയുന്നത്, നമുക്കൊരു സമാധാനം കിട്ടുന്നത്, നമുക്കൊരു സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ, അതല്ലേ, അതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. അപ്പോൾ ആ മോളുടെ വോയിസ് കേട്ടപ്പോൾ ഞാൻ അങ്ങോട്ട് തിരിച്ചു ചോദിച്ചായിരുന്നു, മോളെ അതൊക്കെ ഭാഗ്യമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്നോട് പിന്നെ ഫോൺ വിളിച്ചും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അമ്മയെന്ന് വിളിച്ചോട്ടെ, അങ്ങനെ ആ മോക്ക് 2 പിള്ളേരുണ്ട്. ആ പിള്ളേരെ കൊണ്ടാണേലും എന്നെ അമ്മമ്മയെന്നൊക്കെ വിളിപ്പിക്കുകയോ ഒക്കെ ചെയ്ത് അങ്ങനെ എന്നെ പറയുന്നത് എൻ്റെ ഒരു മകളായിട്ട് തന്നെ കേട്ടോ ഞാൻ കണക്കാക്കുന്നത്. അപ്പം അത്രയും സ്നേഹത്തോടെ ഒരു കുഞ്ഞിനെ അവൾക്ക് ചെറിയ ചെറിയ സങ്കടങ്ങളും വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നപ്പോഴേ എന്നോട് അത് ഷെയർ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞു, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലേ, നമുക്ക് എന്നെ ചെയ്യാൻ പറ്റും, ഒന്നും ചെയ്യാൻ പറ്റില്ല, പ്രാർത്ഥിക്കാം, അതേ പറ്റത്തുള്ളൂ. അപ്പം എനിക്കൊരു സമാധാനം കിട്ടിയ വഴി ഞാൻ പറഞ്ഞു കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയി അവർക്ക് കിട്ടിയ അനുഭവമാണ് ഇപ്പോൾ പറഞ്ഞത് കേട്ടോ. അതുപോലെ തന്നെയാണ് ഞാൻ ഇൻട്രോയ്ക്ക് അത് പറഞ്ഞത്. ആ മോൾ അത്രമാത്രം വിഷമിച്ച് ചങ്ക് പറയുന്ന മാതിരിയുള്ള ഒരു 3-4 വോയിസ് എനിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. സിന്ധുമേ, ഞാൻ ഇത്രയും ദൈവത്തെ പേടിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്നാ പറയുന്നത്, ഒരു തെറ്റും ഇന്ന് വരെ ജീവിതത്തിൽ ചെയ്തിട്ടില്ലാത്ത വ്യക്തിയാണ്. എൻ്റെ ഹസ്ബൻഡാണല്ലോ അത്രയും പാവമാണ്. ഞാൻ പേര് ഞാൻ പറയുന്നില്ല കേട്ടോ, അത്രയും പാവം ഒരു മനുഷ്യനാണ് എൻ്റെ ഹസ്ബൻഡ്. വന്നിട്ട് ഞങ്ങളെ ഇങ്ങനെ ദൈവം പരീക്ഷിക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ടേ ചങ്ക് പറയുന്ന മെസ്സേജ് എനിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, മോളെ ഇനി കൃപാസനത്തിൽ നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഉടമ്പടി എടുക്കണം. ആ ഉടമ്പടി എടുത്താൽ പോരാ, അത് തെറ്റിക്കാതെ നല്ല കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് കൊണ്ട് നോക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതുകൊണ്ടുള്ളൊരു ഗുണം കിട്ടത്തുള്ളൂ. കാരണം വെളുപ്പിനെ 5:30 എണീറ്റ് പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ചെയ്യുക. ആരും വന്നിച്ചില്ലെങ്കിൽ നിന്ദിക്കാതിരിക്കുക. ആരും നിർബന്ധിച്ചൊന്നും ചെയ്യിക്കുന്നില്ല. അവിടെ അച്ഛൻ പറഞ്ഞ കണക്ക് നമുക്ക് വേണം, നമുക്ക് അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടണം, ഒരു അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം, നടക്കുന്നത് നമുക്കൊന്ന് അറിയണം എന്നൊക്കെ ആഗ്രഹിച്ച് ആ മോള് ഞാൻ പറയുന്നത് കേട്ട് എഴുതി വെച്ച് ഓൺലൈനായിട്ട് ഇത് ചെയ്തതാണ്, ഉടമ്പടി എടുത്തതാണ്. ആ കുഞ്ഞിനിപ്പോൾ കണ്ടോ, നല്ല ചക്കര കൊടുക്കുമ്പോൾ ചുന്ദരി കൊടുക്കുകയാണ്. എനിക്ക് ഫോട്ടോ ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ നോക്കട്ടെ, സൈഡിൽ കുഞ്ഞിൻ്റെ ഫോട്ടോ ഞാൻ വെക്കാമോ നോക്കട്ടെ കേട്ടോ. ഈ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി ആ മോളുടെ മെസ്സേജൊക്കെ കേട്ടപ്പോൾ. എന്തുകൊണ്ടാണ് ഈ മോളുടെയും അങ്ങനെ ഒത്തിരി പേർക്ക് അനുഗ്രഹവും അത്ഭുതങ്ങളും ഒക്കെ നടക്കുന്ന ഒരു അമ്മമാതാവാണ് നമ്മുടെ അമ്മമാതാവ് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പം ഞാൻ പറയുകയാണ്, എനിക്ക് അതുപോലെ തന്നെ ഒരു അത്ഭുതമാണ് എൻ്റെ ഗുരുവായൂരപ്പനും ഇപ്പം തന്നേക്കുന്നത്. സത്യം ഞാൻ പറയാണ്, അങ്ങനെ ഞാൻ വലിയ വിശ്വാസിയല്ല. ഞാൻ 2-3 പ്രാവശ്യം പറഞ്ഞില്ലേ, എടുത്ത് അത്ര വലിയ ഇതിലൊന്നും പോകുന്നില്ല. മാതാവിൻ്റെത് ഞാൻ പിന്നെ ബൈബിളെടുത്ത് വായിക്കും, പ്രാർത്ഥിക്കും. അത് കുഞ്ഞിലേ മുതൽ അങ്ങനെ ഞാൻ നമ്മൾ പള്ളിയുടെ മുറ്റത്ത് ജനിച്ച് വളർന്നതായതുകൊണ്ട് എന്നെ പറഞ്ഞാലും അമ്മ മാതാവേ എന്ന് പറയുമായിരുന്നു. പക്ഷേ ഞാൻ അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോണം എന്ന് ഞാൻ അതിയായിട്ട് ആഗ്രഹിച്ചു. പക്ഷേ എന്നെ അവിടെ കൊണ്ടെത്തിച്ചു. അത് കൊണ്ടെത്തിക്കുക മാത്രമല്ല, ഞാൻ ഒരു ഡേറ്റ് വെച്ച് 1-2 കാര്യങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചായിരുന്നു. അതെനിക്ക് സാധിച്ചു തരികയും ചെയ്തു. അപ്പം ഗുരുവായൂരപ്പനും ഇതേപോലെ തന്നെ അത്ഭുതത്തിൻ്റെ നമുക്ക് ഒരു ഇതാണെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് എന്നോട് എന്നെ കൊണ്ടുപോയി ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോനെ ഗുരുവായൂരപ്പൻ നമ്മളെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പിടിവിട്ട് കളയത്തില്ല. അതുപോലെ തന്നെ നമ്മളെ ഇങ്ങനെ ചില കാര്യങ്ങളിൽ ഇങ്ങനെ പരീക്ഷിച്ച് കളിപ്പിച്ചിരിക്കും. പക്ഷേ നമ്മളെ ഗുരുവായൂരപ്പൻ വിട്ട് കളയത്തില്ല മോളേന്ന്. അത് സത്യമാണെന്ന് എനിക്ക് അതും മനസ്സിലായി കേട്ടോ. അപ്പം ദൈവം എന്ന് പറയുന്നതൊക്കെ ഒന്നേ ഉള്ളന്നേ, ഒറ്റ ഒരു ശക്തിയേ ഉള്ളൂ. അപ്പോൾ ദൈവത്തിൽ വിശ്വസിച്ച് നമ്മുടെ സമാധാനവും സന്തോഷവും നമ്മൾ മനസ്സിലിങ്ങനെ ആക്കിയെടുക്കുക. മറ്റുള്ളവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണ്ട, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പം നമുക്ക് ദൈവം അതിനനുസരിച്ച് സന്തോഷമൊക്കെ തരും കേട്ടോ. എനിക്കിപ്പം ഞാൻ പറയാമല്ലോ, ആ മോക്കൊരു കുഞ്ഞുമാമയെ കിട്ടിയത് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു വലിയൊരു എന്തോ ഒരു സംഭവം നടന്ന മാതിരി, ഒരു നേടിയെടുത്ത മാതിരിയൊക്കെയാണ്. കാരണം അത്രയും ഒത്തിരിയും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട്, ഒത്തിരി വിഷമിക്കുന്നുണ്ടായിരുന്നു.
അപ്പം ദൈവമായിട്ട് അവരുടെ ജീവിതത്തിലോട്ട് കൊടുത്തത് കണ്ടോ. അപ്പം എനിക്ക് എൻ്റെ ഒരു മനസ്സിലെ ഇതാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണ്. എന്നാലും ഞാൻ എൻ്റെ ഒരു ഉള്ളിൽ തോന്നിയ സന്തോഷം നിങ്ങളോട്ട് ഷെയർ ചെയ്തതാണ് കേട്ടോ. അപ്പം ഇന്ന് വൈകിട്ട് വന്നിട്ട് എനിക്ക് അമ്മ കൂടെ എണ്ണ കൊണ്ടുവച്ചിട്ടുണ്ട്. ഹെയർ ഓയിൽ മാട്ടുകെട്ട ഒരു മോക്ക് കൊടുക്കാനുള്ളതാണ്. അത് വേറെ എവിടുന്നെങ്ങാണ്ട് ഒരു കൊച്ചുകൂടെ വന്നെടുക്കാൻ, അങ്ങനെ 2 പേരുടെ എണ്ണയുണ്ട്. അപ്പോൾ അതൊന്ന് കൊണ്ടുപോയി കൊടുക്കണം. ഇന്ന് തൊഴിലുറപ്പ് കഴിഞ്ഞ് വന്നിട്ട് വേണം എനിക്ക് ഓടിക്കൊണ്ട് കൊടുക്കാനായിട്ട്. അപ്പം പോകുന്ന വഴിക്ക് ഞാൻ നോക്കട്ടെ, നമ്മുടെ മേരികുളത്ത് അമ്മ മാതാവിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ നമ്മുടെ മാതാവിൻ്റെ അടുത്ത് തിരി കത്തിക്കണം. ഞാൻ പറഞ്ഞില്ലേ കുറേ ദിവസമായി അമ്മ മാതാവിൻ്റെ അടുത്തിട്ട് പോയിട്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മോസ്കിൽ ഞാനൊരു ചെറിയൊരു എമൗണ്ട് നേർച്ചയിട്ടേക്കാന്ന് നേർന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെയും കൊണ്ടുപോയി ആ പൈസ ഇടണം. പിന്നെ നമ്മുടെ ഉപ്പറല് കൃഷ്ണസ്വാമിൻ്റെ അടുത്ത് ക്ഷേത്രത്തിൽ പോകണം. അത് പക്ഷേ നമുക്ക് ക്ഷേത്രത്തിലോട്ടൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഇത് വേണമല്ലോ, ഒരു എന്താ പറയുക, ശരീരമൊക്കെ ശുദ്ധി വൃത്തി കാര്യങ്ങളൊക്കെ വേണം. പള്ളിയിലും മോസ്കിലും ഒക്കെ ഇപ്പം വേണമെങ്കിലും കയറാമെന്ന് പറഞ്ഞു. മോസ്കിൽ കയറാൻ പറ്റിയെന്ന് തോന്നുന്നല്ലേ, സോറി. നമുക്ക് നമ്മുടെ പോകുന്നിടത്ത് അവിടെ പൈസ ഇടുന്നതിന് പ്രശ്നമില്ലല്ലോ. ഞാൻ അവിടെ കാണിക്കാൻ വെച്ച് പൈസ ഇട്ടിട്ടാണ് പോകുന്നത് കേട്ടോ. എന്തെങ്കിലും ഒരു ആവശ്യമൊക്കെ ഇന്നലെ ഒന്നുമില്ല, ലൈസൻസിൻ്റെ കാര്യത്തിന് അങ്ങനെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത്, അല്ലെ നമ്മൾ ഇച്ചിരി ദൂരെ യാത്ര പോകുന്ന സമയത്തൊക്കെ ഞാൻ ആ മോസ്കിൽ പൈസ ഇട്ടിട്ടേ ഞാൻ അങ്ങോട്ട് പോകത്തുള്ളൂ. അത് നമ്മുടെ ഒരു വിശ്വാസം, നമ്മളെ ദൈവം കാക്കണേ, അങ്ങനെ ഒരു എന്നാ പറയുന്നത്, ഒരു ബലം, ഒരു ശക്തി. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇന്ന് വന്നിട്ട് ഇപ്പോൾ വൈകിട്ട് ഉച്ചയിലത്തെ പണികൾ കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് ആ കുഞ്ഞുങ്ങളുടെ അടുത്ത് കൊടുക്കാനായിട്ടൊക്കെ പോകണം. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കുഞ്ഞു കുഞ്ഞു കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചേക്കാം. എന്തോ അനൗൺസ്മെൻറ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് എന്നാണെന്ന് അറിയത്തില്ല. എന്തോ എല്ലാ അമ്പലങ്ങളിലും ഉത്സവവും വള്ളി പെരുന്നാളുകളും കാര്യങ്ങളും ഒക്കെയാണ് അല്ലേ. അതിലെന്തോ സംഭവമാണെന്ന് തോന്നുന്നു. വിളിച്ച് പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. അല്ല, എമർജൻസി ആയിട്ട് അത്യാവശ്യമായിട്ട് മാട്ടുകെട്ട വരെ പോവാണ് കേട്ടോ. മാട്ടുകെട്ട എന്നാ പറയുന്നത്, ഇത് അമ്മ കൊണ്ടുവന്ന് വെച്ചേക്കുന്നതാണ്. ഒരു 1/2 ലിറ്ററും ഉണ്ട്, ഒരു 1/2 ലിറ്ററും ഉണ്ട് ഹെയർ ഓയിൽ കേട്ടോ. അത് കഴിഞ്ഞ സംഭവം വന്നപ്പോൾ കൊണ്ടുവന്ന. അപ്പോൾ എനിക്ക് തിരക്കില്ലല്ലോ, ഞാൻ കൊണ്ട് കൊടുത്തോളാം പറഞ്ഞ് ഞാനിവിടെ മേടിച്ച് വെച്ചു. പക്ഷേ അവർക്ക് എങ്ങോട്ടോ കൊണ്ടുപോകാനോ എന്തോ എങ്ങാണ്ടുള്ളതാണ്. അപ്പം അവർ നാളെ ഇവിടെ എത്തുവങ്ങാണ്ട് ചെയ്യും. വേറെ ആരാണ്ടർക്കോ ഫ്രണ്ടിനോ അങ്ങനെ കണ്ട് വേണ്ടിയിട്ടൊക്കെ ആർക്കാണോ. എന്തായാലും ഫ്രണ്ടിൻ്റെ വീട്ടിൽ വരുമ്പോൾ സിന്ധുമ്മയുടെ അടുത്ത് കൊടുത്താൽ മതി. അപ്പോൾ സിന്ധുമ്മയ്ക്ക് എളുപ്പമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കണ്ടൊക്കെ ഓർഡർ ചെയ്താൽ ഏതായാലും ക്യാഷൊക്കെ മേടിച്ച് നമുക്ക് കാര്യം കണ്ടതാണ്. അപ്പോൾ അത് കൊണ്ട് കൊടുക്കണ്ടേ നമ്മൾ കറക്റ്റ് സമയത്ത്. അപ്പോൾ എനിക്കിപ്പോൾ തൊഴിലുറപ്പുണ്ടെന്നൊന്നും അവൾ വിചാരിച്ചില്ലല്ലോ. അപ്പോൾ കണ്ടോ ഞാനുണ്ടല്ലോ മാട്ടുകെട്ടെ പോയി കൊടുത്തു. ഇത് മേരിയോളമാണ് കേട്ടോ. ഇതാണ് മേരിയോളം സ്കൂള്. അപ്പോൾ ഞാൻ മാതാവിനെ കണ്ടപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടാണ് വിചാരിച്ചത്. നല്ല രസമില്ല കാണാനായിട്ട്, കണ്ടോ, നല്ല ഭംഗിയില്ല കാണാനായിട്ട്. ഇതാണ് നമ്മുടെ മേരിയോളം സ്കൂൾ കേട്ടോ. കണ്ടോ, അവിടെ പള്ളിയൊക്കെ ഉണ്ട്, നല്ല രസം കാണാനായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് നിങ്ങളെ എടുത്ത് കാണിക്കാൻ. ചെറിയൊരു ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുള്ളൊരു പൂമരം നിൽപ്പുണ്ട് അവിടെ, കണ്ടോ. ഈ സ്കൂളിനെ വിട്ടിട്ട് ഇങ്ങനത്തെ നല്ല കാഴ്ചകളൊക്കെ കാണുമ്പോൾ നല്ല അടിപൊളിയല്ലേ, നല്ല രസമുണ്ടല്ലേ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ കുറേ ഇന്നാളൊക്കെ ഞാൻ ഓർത്തായിരുന്നു ഇതിലെ പൂപ്പ് ഇവിടെ ഒന്ന് എടുത്ത് നിങ്ങളെ കാണിക്കണമെന്ന്. ഇത് കാണുമ്പോൾ നല്ലൊരു ഐശ്വര്യം കേട്ടോ. എന്ത് കുഞ്ഞുങ്ങൾ പഠിച്ച് നല്ല നിലയിൽ എത്തുന്ന സ്കൂളാണെന്നറിയാം, നല്ല സ്കൂള്. അതിന് നമ്മുടെ ഡിയോക്കുട്ടൻ ഇരിക്കുന്നു. അപ്പം നമുക്ക് പോയേക്കാം അല്ലേ, കൊണ്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നിങ്ങളെ സ്കൂളിൽ നിന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനിങ്ങനെ വണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ലോ ചെയ്തതാണ് കേട്ടോ. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പം ഞാൻ പോയിട്ട് തിരിച്ച് വന്ന വഴി അമ്മ മാതാവിൻ്റെ അടുത്തോട്ട് കയറിയാണ് കേട്ടോ. അമ്മ മാതാവിൻ്റെ അടുത്തോട്ട് തിരി എത്തിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ടിസന്തി ആയിട്ടാരും തിരി എത്തിക്കാൻ വന്നിട്ടില്ലെന്ന് തോന്നുന്നല്ലോ. അപ്പോൾ നമുക്ക് കത്തിക്കാം അല്ലേ, ആരും വന്നിട്ടില്ലേലും നമുക്ക് എത്തിക്കാം. പിന്നെ മാതാവേരി എന്താ കത്തിച്ചിട്ട് കാണിക്കാമേ. അപ്പോൾ തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. തിരി നമ്മൾ കരഞ്ഞ് വിളിച്ചാൽ വിളി കേൾക്കുന്ന മാതാവാണ് കേട്ടോ. മാതാവ് ഈശോയോട് പറഞ്ഞ് നമ്മുടെ കാര്യങ്ങളൊക്കെ സാധിച്ചു തരും കേട്ടോ. അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെ ആവശ്യങ്ങൾ നിങ്ങൾ മാതാവിൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ. അതാണ് ഞാൻ വീണ്ടും മാതാവിനെ നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കുന്നത്. ഇപ്പോൾ ഉണ്ടല്ലോ, അപ്പോൾ അക്കരെ മോസ്കിന്ന് ബാങ്കുളിയുടെ സൗണ്ട് ഉണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഇതിന് വോയിസ് കൊടുക്കുന്നത് കേട്ടോ. സമയം 6:30 കഴിഞ്ഞു എന്ന് തോന്നുന്നു. അപ്പം എന്തായാലും മാതാവിനെ കൂടെ നിങ്ങളുടെ മുമ്പിൽ നന്നായിട്ട് കാണിച്ചിട്ട് പോയേക്കാം എന്ന് കരുതി ഞാൻ പോരാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പം നോക്കിയേ, സന്ധ്യ മയങ്ങുന്ന സമയമായി. പക്ഷേ എന്നാലും നല്ല വെട്ടവും പ്രകാശമൊക്കെ ഉണ്ട്. 6:15 6:30 കണ്ടാന്ന് തോന്നുന്നു ബാങ്ക് വിളിക്കുന്നത്. അപ്പം ബാങ്ക് വിളിക്കുന്നുണ്ട് അവിടെ. അപ്പം ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ച് തന്നേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ, അമ്മ മാതാവിനെയും കൂടി. അപ്പോൾ മാതാവിൻ്റെ അടുത്ത് തിരിയൊക്കെ കത്തിച്ചു. പിന്നെ നമ്മുടെ മോസ്കിൻ്റെ അടുത്തോട്ട് വന്നു.
ഞാൻ ഈ ഗ്ലാസ് കാത്തു വെച്ചേക്കുന്നതുകൊണ്ടേ നിങ്ങൾക്ക് കേൾക്കത്തില്ലായിരിക്കും. ഞാൻ അപ്പോൾ മാതാവിൻ്റെ അടുത്ത് തിരിയൊക്കെ കത്തിച്ച് നമ്മുടെ മോസ്കിൻ്റെ അടുത്തിട്ട് വന്നു. എനിക്ക് ഇവിടെയും കൂടെ നേർച്ചയിടാനുണ്ട്. അപ്പോൾ ഇവിടെയും കൂടെ ഞാൻ നേർച്ചയിടട്ടെ. എന്നാണെന്നറിയോ, ഞാൻ ഓരോ കാര്യങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പം എനിക്ക് നടത്തി തരുമ്പോൾ ഞാൻ നേർച്ചയിടാമെന്ന് ഞാൻ പറഞ്ഞിട്ട് പോകും കേട്ടോ. ഇതിൽ നടന്നു പോകുമ്പോഴോ അല്ല വണ്ടിയിൽ പോകുമ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോകും. ഇവിടെ വരുമ്പോൾ ഞാൻ പൈസ നേർച്ചിട്ടേക്കാവേ, എന്നിട്ട് ഞാനൊരു ചെറിയ എമൗണ്ട് പറയും, അത് നേർച്ചിട്ടേക്കാവേന്ന്. പക്ഷേ എനിക്ക് സാധിച്ചു കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ കൊണ്ടുപോയിടണ്ടേ. അപ്പം എല്ലാം ഓരോ രീതിയിൽ ദൈവത്തെ വിളിക്കുന്നുള്ളത് കൊള്ളന്നേ. എല്ലാ ദൈവവും ഒന്ന് തന്നെ, ഒരു ശക്തി. അതാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ നേർച്ചയൊക്കെ ഇട്ടു, പ്രാർത്ഥിച്ചു. അപ്പോൾ ഇനി നമുക്ക് പോയേക്കാം അല്ലേ. നമ്മുടേതായ സന്തോഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. തൊഴിലുറപ്പിനൊക്കെ പോകുന്നതുകൊണ്ട് എനിക്ക് വലിയ കുക്കിംഗ് വീഡിയോസോ അല്ലെ ട്രാവൽ എന്നാ പറയുന്നത്. അപ്പം ഞാനിങ്ങനെ ഇരുന്ന് സംസാരിച്ചാലും മതി, സിന്ധുവ സംസാരിച്ചുകൊണ്ടിരുന്നാൽ മതി, ഞങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമാണെന്ന് പറയുന്നത് കുറച്ച് പേരുണ്ട്. അവരൊക്കെ ആണെങ്കിലും നോക്കിയിരിക്കും. അതുകൊണ്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ട് തന്നെ വരും. യൂട്യൂബ് ഉള്ളിടത്തോളം കാലം കേട്ടോ. ഇപ്പം വളരെ ഭയങ്കരമായിട്ട് കുറവാണ്. എന്താണ് കാരണമെന്നൊന്നും അറിയത്തില്ല. എന്തെങ്കിലും ആവട്ടെ. എന്തായാലും നല്ലൊരു വീഡിയോ ആയിരുന്നു തന്നെ. എല്ലാവർക്കും ടാറ്റാ.